ഓക്കെ, അപ്പോൾ ഫിസിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വരെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തെ പറ്റിയാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അത് തൊട്ടിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നാം ചലന നിയമം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇനി രണ്ടാം ചലന നിയമം നോക്കാം. അപ്പോൾ എന്താണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. എന്താണ് ഒന്നും കൂടി നോക്കാം. It states that the rate of change of momentum of a body is directly proportional to the net force acting on it. അതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. മൊമെന്റം എന്താണ്? പി ആണ്. പി ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? എം ഇൻറ്റു വി അല്ലേ? മൊമെന്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി എന്തോ ഒരു വസ്തുവിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള ഗുണനഫലം അല്ലെ? ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത്? മൊമെന്റം. അപ്പോ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തെ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നിങ്ങൾ എപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് കണ്ടാലും റേറ്റ് ഓഫ് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് ടൈമിനനുസരിച്ച് ഒരു സാധനം മാറുക. ഇവിടെ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ത് ചെയ്യുന്നു? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. മൊമെന്റം ടൈമിനനുസരിച്ച് ടി എന്നുള്ളതാണ് നമ്മൾ എന്ത് ഫിസിക്സിൽ ടൈമിന് പറയാം. അപ്പൊ ടി എന്ത് ചെയ്യുന്നു? പിക്ക് അനുസരിച്ച് ഈ പി മൊമെന്റത്തിനനുസരിച്ച് ടി മാറുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് അത് നമ്മൾ എങ്ങനെ എഴുതുക ഫിസിക്സിൽ? ഇങ്ങനെ എഴുതുക, നോക്കോളെ. ഡി പി ബൈ ഡി ടി. എന്താണ് ഡി പി ബൈ ഡി ടി? ഇവിടെ ഡി പി ബൈ ഡി ടി, ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ചെറിയ ചേഞ്ച് എന്നതാണ് ഇവിടെ ഡി, അല്ലെങ്കിൽ ഡി പി ബൈ ഡി ടി. ചെറിയ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ചെറിയ ചേഞ്ച് ഇൻ ടൈം. അതായത് സമയത്തിനനുസരിച്ച്, താഴെയുള്ള സമയത്തിനനുസരിച്ച് മൊമെന്റം മാറുന്നു. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫിസിക്സിൽ അല്ലെ മാത്സിൽ പ്രപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഈ സൈൻ ആണ്. പ്രപ്പോർഷണാലിറ്റി ഇത് ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിനനുസരിച്ച് മറ്റേത് മാറുക. ഇപ്പോൾ വെലോസിറ്റിക്ക് അനുസരിച്ച് ടൈം മാറുന്നു. അങ്ങനെ എഴുതേണ്ടത് എന്ത് ചെയ്യുക? വി പ്രപ്പോർഷണൽ ടു ടി. അതായത് വെലോസിറ്റിക്ക് അനുസരിച്ച് ടൈം മാറുന്നു. വെലോസിറ്റി 2 ആകുമ്പോൾ ടൈം 2 ആവുന്നു. വെലോസിറ്റി 4 ആകുമ്പോൾ ടൈം എന്താവുന്നു? 4 ആവുന്നു. അതാണ് ഈ പ്രപ്പോർഷണൽ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നു ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി, ഒരു വസ്തുവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചിഹ്നം പഠിച്ചു, ടു ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. അതായത് ഒരു വസ്തുവിന്റെ മേല് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ബലം, പിന്നെ ആ വസ്തുവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നത്. രണ്ടാം ചലന നിയമം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്തു? പിന്നെ ഡെഫിനിഷൻ പറഞ്ഞു. അതിനുശേഷം ഈ ഡെഫിനിഷന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം. ഓക്കെ, ശരി. ഞാനിപ്പോ എന്താ പറഞ്ഞേ?
പി അല്ല ഡി പി ബൈ ഡി ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. അതായത് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഡി പി ബൈ ഡി ടി. ഞാൻ പറഞ്ഞ ഡി പി ബൈ ഡി ടി തന്നെയാണ് ഇവിടെ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ള പേരിൽ കൊടുത്തത്. രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നിക്ക് ഡി പി ബൈ ടി, ഒന്നിക്ക് ഡി പി ബൈ ഡി ടി യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചിഹ്നത്തിന് ഈ ത്രികോണം പോലെയുള്ള ചിഹ്നത്തിന് ഡെൽറ്റ എന്ന അർത്ഥം. ഇതും ഉദ്ദേശിക്കുന്നത് ചെറിയ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ ചെറിയ ചേഞ്ച് ഇൻ ടൈം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് ഈസ് എന്ത് നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. എഫ് ഈസ് പിന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇവിടെ പ്രൊപ്പോർഷണൽ ആണ് ഉള്ളത്. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ല എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. അതിനുശേഷം നമ്മളെപ്പോഴും ഈ പ്രൊപ്പോർഷണൽ സൈന് മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോൺസ്റ്റന്റ് എന്ത് കോൺസ്റ്റന്റ് ആയാലും കുഴപ്പമില്ല. കെ എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കോൺസ്റ്റന്റിന് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ അതാ ചെയ്തിട്ടുള്ളത്. നോക്കിക്കോളെ, എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ പോയി എന്ത് ചെയ്തു, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആയത് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചാൽ മതി. എഫ് ഈക്വൽ ടു എം എ അതവിടെ ഉള്ള എഫ് ഈക്വൽ ടു എം എ. അതായത് ഒരു വസ്തുവിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഒരു വസ്തുവിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് സത്യത്തിൽ ഇവിടത്തേക്ക് വന്നത്. അതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് തൽക്കാലം പഠിക്കണ്ട. എങ്ങനെ ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു എന്ന് പഠിക്കണ്ട. ഉദാഹരണത്തിന് ചോദ്യത്തിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് തെളിയിക്കുക, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എഴുതുക. അതിനുശേഷം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അതിനുശേഷം അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് എഴുതി വെക്കുക, ഫുൾ മാർക്ക്. എഫ് ഇസ് ഈക്വൽ ടു എം എ ഓർമ്മ വേണം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്, അത് ഓർമ്മ വേണം. ശരി, ഇനി ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ന്യൂട്ടൺ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, എന്താ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാ ഇവിടെ നോക്കിക്കോളെ, കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്നല്ലേ. ഇതും ശരിയാണ്. അതുപോലെ മറ്റൊന്നും കൂടി ഇങ്ങനെ എഴുതാം, അതേ സെയിം സാധനത്തിന് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ റേസ് ടു -2 എന്നുള്ളതാണ് ഈ പെർ എന്ന് പറഞ്ഞിട്ട്, അതായത് ഡിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡിവിഷൻ ആണ് ഇങ്ങനെ ചിരിച്ചിട്ടെന്നേ ഉള്ളൂ, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതും എന്താണ്, ഈ ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. അതേപോലെ ന്യൂട്ടനും എന്താണ്, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഇത് മറ്റൊരു യൂണിറ്റ് ആണ്, CGS യൂണിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കുന്നതാണേ, അതുകൊണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചത്. ശരി, ഓക്കെ. ആ സെയിം കാര്യം അവിടെ നോട്ട്സിൽ മലയാളത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതാ നോക്കിക്കോ. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ചോദ്യം നോക്കുക, ഈ ചോദ്യം നോക്കുക, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആദ്യം ഉത്തരം നോക്കാൻ പാടില്ല. ആദ്യം നിങ്ങൾ ഉത്തരം നോക്കണ്ട, എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഉത്തരത്തിലേക്ക് നോക്കിയാൽ മതി. ഇതൊക്കെ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ആദ്യം ചോദ്യം നോക്കുക, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ പോസ് ചെയ്തോ. ആദ്യം ചോദ്യം നോക്കുക, അതിനുശേഷം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ചോദ്യങ്ങൾ നിങ്ങൾ നോക്കാൻ മറക്കരുത്. ഓക്കെ, ഒന്ന് പോസ് ചെയ്ത് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി സെയിം പാഠം, ഒരേ ചാപ്റ്റർ തന്നെയാണ്. ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ഒരേ ചാപ്റ്റർ തന്നെയാണ്. അതിന്റെ രണ്ടാമത്തെ ഇത് നോക്കണ്ട കേട്ടോ, ഈ ഡേറ്റ് നോക്കണ്ട. അതിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം വരെ നിർത്തിയത് കൊണ്ടാണ് നമ്മൾ അതിൽ തൊട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ, ഇത് നോക്കണ്ട, സെയിം പാഠമാണ്, സെയിം ചാപ്റ്റർ.
നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഓക്കെ, ഫോഴ്സസ് ഇൻ പെയർ. എന്താണ് ഫോഴ്സസ് ഇൻ പെയർ? എന്താണ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്? ഫോഴ്സസ് ഇൻ പെയർ നോക്കാം. വെൻ വി പുഷ് എൻ അൽമാര, ഒരു അലമാര നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, നോക്കോളെ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിലേക്കാണ് വരുന്നത്. അവിടത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. അപ്പൊ വെൻ വി പുഷ് എൻ അലമാര, ഡസ് ദ അലമാര ഓൾസോ പുഷസ്? അല്ലേ? നമ്മൾ ഒരു സാധനത്തിന് ഉന്തുന്നു. ഒരു ഉദാഹരണത്തിന് ഇതൊരു അലമാരയാണ് എന്ന് വിചാരിക്കാം. ഒരു അലമാര നമ്മൾ ഇതിനെ പുഷ് ചെയ്യുന്നു. അതേ കണക്കിന് എന്ത് ചെയ്യുന്നു? ഈ അലമാരയും നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. Whenever two bodies interact, they exert force on each other. One of them is called action and the other is called reaction. അതായത് നമ്മൾ ഈ അലമാരനെ ഉന്തുന്നു, അതാണ് എന്ത്? ആക്ഷൻ, ഒരു പ്രവൃത്തി അല്ല, ഒരു ആക്ഷൻ. അലമാര നമ്മളെ തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഉന്തുന്നു, അല്ലെ? ഇങ്ങോട്ട് തള്ളുന്നു, അതാണ് എന്ത്? റിയാക്ഷൻ. ഒരു ആക്ഷനും ഉണ്ടാവും, എപ്പോഴും ഒരു റിയാക്ഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ ഒരു ചുമരിനെ നമ്മൾ തള്ളുന്നു, അപ്പോഴെന്താണ്? നമ്മളുടെ തള്ളിച്ച, അതാണ് ആക്ഷൻ. നമ്മൾ തള്ളുന്നതിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ ചുമര് ഇങ്ങോട്ട്, ആ വാൾ ഇങ്ങോട്ട് തള്ളുന്നതിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും എന്താണ്? ഫോഴ്സസ് ഒരു പെയർ ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ഫോഴ്സസ് ഇൻ പെയർ എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്? ഒരു പെയർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതിവിടെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. വൺ വേർഡിനോ അല്ലെങ്കിൽ ഫോഴ്സസ് ഇൻ പെയറിനെ പറ്റി ഒരു ഉദാഹരണം എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദാഹരണം നിങ്ങൾക്ക് എടുത്തെഴുതാം. ഇനി ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം നോക്കാം. 1, 2 വേർഡ്സിന് 3. നോക്കിക്കോളെ, വളരെ സിമ്പിളാ. മൂന്നാമത്തെ, ടു എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. This is called Newton's third law. മൂന്നാമത്തെ ചലന നിയമം. ഏത് പ്രവർത്തനത്തിനും അതിന്റെ തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം, അതാണ് റിയാക്ഷൻ. ഒരു പ്രതിപ്രവർത്തനം. ഇവിടെയുള്ള ആക്ഷൻ ആണ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ഇതാണ് ന്യൂട്ടന്റെ ചലന നിയമം. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു മേശന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഒരു ബോഡി വെച്ചിട്ടുണ്ട്, അല്ലെ? ഇവിടെ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ആ ബോഡി എപ്പോഴും ഒരു ഫോഴ്സ് താഴോട്ടേക്ക് ചെലുത്തിക്കൊണ്ടിരിക്കും. എന്താണ് അത്? ഗുരുത്വാകർഷണ ബലം കൊണ്ട്. ഈ ബോഡിക്കൊരു മാസ് ഉണ്ട്. ഗുരുത്വാകർഷണ ബലം എന്ന് നമ്മൾ ഫിസിക്സ് പറയുക ജി ആണ്, ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ ഈ ജി, സ്മോൾ ലെറ്റർ ജി ആണ്. ഇതിന്റെ വാല്യൂ 9.8 ആണ്. 9.8. ഓക്കെ, 9.8 ഓർമ്മ വേണം. അപ്പൊ എപ്പോഴും ഒരു ഫോഴ്സ് എം ജി, നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സാധനം, അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു എം ജി ആണ്. വെയിറ്റ് ആണ് എം ജി. മാസ് ആണ് എന്ത്? എം. വെയിറ്റും മാസും തമ്മിൽ വ്യത്യാസമുണ്ട്. വെയിറ്റ് എം ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞെങ്കിൽ 9.8 ആണ്. ചിലപ്പോൾ ഉത്തരം പിന്നെന്താ സോൾവ് ചെയ്യുന്ന സമയത്ത് 9.8നെ 10 ആയിട്ട് റൗണ്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ 9.8നെ എടുത്തോ, 9.8 എഴുതി കിട്ടുന്നില്ല എങ്കിൽ 10 ആക്കി റൗണ്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എത്തിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഒരു ബോഡി വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ഫോഴ്സ് F1 താഴോട്ടേക്ക്, അതേപോലെ ഒരു F1 ഇപ്പൊ എന്താ പറഞ്ഞ, ഒരു ഫോഴ്സ് താഴോട്ടേക്ക് അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതാണ് ഇവിടെ F2 എന്ന് എടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള F2 ആണ് എന്ത്? ഒരു റിയാക്ഷൻ ഫോഴ്സ്. അപ്പൊ for every action there is an equal and opposite reaction. For every action there is an equal and opposite reaction. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഓക്കെ, അപ്പം ഈ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്താ? നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ മേശ കണ്ടല്ലോ, F1 താഴോട്ടും F2 മേലോട്ടും. അപ്പോൾ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പറയുമ്പോൾ ഡെഫിനേഷൻ എഴുതുക. വേണമെന്നുണ്ടെങ്കിൽ ആ മേശ, ആ ബോഡി F1 താഴോട്ട് F2 മേലോട്ട് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അതായത് F12 is equal to minus of F21. അതായത് താഴോട്ടേക്ക് ചെലുത്തുന്ന ഫോഴ്സിനെയാണ് F12, അതായത് F1 താഴെ F1
അതിന്റെ 2 F12 is equal to F21. അതായത് താഴോട്ടേക്ക് ചെലുത്തുന്ന ഫോഴ്സും മേലോട്ടേക്ക് ചെലുത്തുന്ന ഫോഴ്സും ഈക്വൽ ആണ്. ഈ താഴോട്ടേക്ക് ചെലുത്തുന്ന ഫോഴ്സ് അധികമാണെങ്കിൽ എന്താ, ആ മേശന്റെ മുകളിൽ ആ സാധനം നിൽക്കൂല, അത് പൊട്ടി വീഴും അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് F12 F21 തുല്യമാണ്. പക്ഷെ എന്താ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെ എങ്ങനെ നെഗറ്റീവ് വന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതിന് ഡയറക്ഷൻ ഉണ്ട്, ഡയറക്ഷൻ നമ്മൾ എടുക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഫിസിക്സിൽ എപ്പോഴും നെഗറ്റീവ് സൈൻ ഇടും. ഇനിയിപ്പോ വർക്ക്, എനർജി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൽ കുറെ നെഗറ്റീവ് വരും. അപ്പൊ ഈ നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട, ഫോഴ്സ് നെഗറ്റീവ് ആവുന്നതല്ല, സത്യത്തിൽ അതിന്റെ ഡയറക്ഷൻ ആണ്. ഈ നെഗറ്റീവ് സൈന് ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഡയറക്ഷൻ, ഓക്കെ, ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി വൺ വേർഡ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഡയറക്ഷൻ ആണെന്ന് ഓർമ്മ വേണം. എന്താണ് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് എന്താണ്, ഡയറക്ഷൻ ആണ്. ഓക്കെ. ഇനി മറ്റൊന്ന് ഇമ്പൾസ്. ഇമ്പൾസ് പുതിയൊരു ഒരു വേർഡ് നിങ്ങൾ കേൾക്കുന്നതാണ്, ഇമ്പൾസ്. ഐ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഇമ്പൾസിനെ ഐ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. നോക്കാം എന്താണ് ഇമ്പൾസ്. The effect of force applied for a short duration is called impulse. The effect of force applied for a short duration is called impulse. Impulse is defined as the product of force and time duration. അതായത് വളരെ ചെറിയ സമയത്തേക്ക് ഒരു ഫോഴ്സ്, ഒരു വലിയ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ഉണ്ടാകുന്നു, അതിനെയാണ് ഇമ്പൾസ് എന്ന് പറയാം. അപ്പോൾ ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ, ഷോർട്ട് നിങ്ങൾ മറന്നു പോകും, ഷോർട്ട് ഡ്യൂറേഷൻ ഈസ് കോൾഡ് ഇമ്പൾസ്. ഒരു ഉദാഹരണത്തിന് ഒരു വലിയ ലോറി, ഒരു വലിയ ലോറി എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യനെ അടിക്കുന്നു. ഇതിന്റെ മാസ് എത്രയാ, വളരെ വലുതായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഫോഴ്സും വെരി ഹൈ വെലോസിറ്റിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഫോഴ്സും എന്താണ്, വളരെ വലുതായിരിക്കും. അയാൾ അടിക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലേ ഉണ്ടാവും അല്ലെ, ഒരു 2 സെക്കൻഡ് അല്ലെ, ഒരു 4 സെക്കൻഡ്, അത്രയല്ലേ ഉള്ളൂ. വലിയ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ചെറിയ സെക്കൻഡിലേക്ക് അവിടെ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അത് വളരെ വലുതാണ്. ആ ഇമ്പാക്റ്റിനെയാണ് സത്യത്തിൽ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസ്. അപ്പൊ ഇമ്പൾസ് ഈസ് ഡിഫൈൻഡ് as, ഇമ്പൾസിനെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇമ്പൾസ് ഐ ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത്, വളരെ വലിയ ഫോഴ്സ്, ചെറിയ ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പൊ ചെറിയ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. ഇമ്പൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഓർമ്മ വേണം, അത് അവിടെ കൊടുത്തിട്ടുള്ള ഐ ഇസ് ഈക്വൽ ടു ഇമ്പൾസ്, ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി. ഇമ്പൾസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓർമ്മ വേണം, ഇമ്പൾസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. SI യൂണിറ്റീസ് എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ്. എങ്ങനെയാ ന്യൂട്ടൺ സെക്കൻഡ് വന്നേ ഇമ്പൾസിന്? ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താ, ന്യൂട്ടൺ ആണ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ, സെക്കൻഡ് ആണ്. ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഇൻറ്റു ടി അല്ലേ, ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റക്ക് സൈൻ ഒന്നും ഇല്ല. ഇനി എഫിന്റെ SI യൂണിറ്റ് N, ടിന്റെ S. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഇവിടെ ഇതാ നോക്കോ, ഇവിടെ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറഞ്ഞ SI യൂണിറ്റ് ഉണ്ടായത്. ഇനി അതിന്റെ ഒരു CGS യൂണിറ്റ് അല്ല, മറ്റൊരു യൂണിറ്റ്, SI യൂണിറ്റ് അല്ലാത്ത മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ S⁻⁻1. ഓക്കെ, ഇതാണ് ഇമ്പൾസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇവിടെ ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഒന്ന് നോക്കി നോക്കാം ചോദ്യങ്ങൾ ഇതുവരെ. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് റീകോയിൽ ഓഫ് എ ഗൺ. എന്താണ് റീകോയിൽ ഓഫ് എ ഗൺ ആണ്. റീകോയിൽ ഓഫ് എ ഗൺ ഇത് ചോദിക്കും മിക്കവാറും.
എക്സാമിനേഷന് ഈ സാധനം ചോദിക്കാൻ സാധ്യതയുണ്ട്. റീകോയിൽ ഓഫ് എ ഗൺ എന്താന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ റീകോയിൽ ഓഫ് എ ഗൺ മലയാളത്തിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പിന്നെ പട്ടാളത്തിന്റെ ഒക്കെ സിനിമയിൽ, ഇപ്പോൾ കീർത്തിചക്രയോ അങ്ങനെ ഏതെങ്കിലും സിനിമ, മോഹൻലാലിന്റെ എന്തോ ആയിക്കോട്ടെ, സിനിമയിൽ ഗണ്ണ് നമ്മൾ ഷൂട്ട് ചെയ്യും, ഇങ്ങനെ ഗണ്ണ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഗണ്ണ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വലിക്കുന്നതായിട്ട്, ഇങ്ങനെ ബാക്കോട്ട് വലിഞ്ഞു പോകുന്നതായിട്ടും, ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബാക്കോട്ട് ഇങ്ങനെ ഗണ്ണിങ്ങനെ ബാക്കോട്ട് വരുന്നതായിട്ടും, ഇല്ല ആ ബോഡി അടക്കം ഇങ്ങോട്ട് ബാക്കോട്ട് പോകുന്നതായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ചെസ്റ്റ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വെക്കുവാണെങ്കിൽ എയിം മാറിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ വെച്ചിട്ട് ഹെവി വെയിറ്റ് ഉള്ള സാധനം എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് ഫയർ ചെയ്യുന്നു. പലപ്പോഴും AK-47 പോലെയുള്ള ഗണ്ണ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതിനാണ് ഈ പിന്നെ CRPF-കാരൊക്കെ ഒരുപാട് ട്രെയിൻ ചെയ്യുന്നത്. ഈ ഗണ്ണ് പിടിക്കാൻ തന്നെ കുറേ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ ഗണ്ണെടുത്ത് മല കയറാനും ട്രക്കിങ്ങിനൊക്കെ അവർ ട്രെയിൻ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ഗണ്ണിന് കൊടുക്കുന്നത്? വളരെ ലൈറ്റ് വെയിറ്റ് ആയിക്കൂടെ, അല്ലേ? പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള മെറ്റൽസ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് വെയിറ്റ് ആക്കാലോ. പണ്ടത്തെ കമ്പ്യൂട്ടർ ആണോ ഇന്നുള്ളത്? അല്ലല്ലോ. പണ്ടൊരു റൂമിന്റെ വലിപ്പമുള്ള കമ്പ്യൂട്ടർ ഇന്ന് വളരെ ചെറിയ ലാപ്ടോപ്പിൽ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഗൺ എന്തുകൊണ്ട് ഇത്ര വെയിറ്റ് കൂട്ടുന്നു, അല്ലെ വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അത് ഈ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കോട്ടേക്കുള്ള വലി, ഗണ്ണിന്റെ ബാക്കോട്ടേക്കുള്ള വലി ഓൺ ദ ടൈം ഓഫ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണിന്റെ ബാക്കോട്ടേക്കുള്ള വലിക്കാണ് റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, അപ്പോൾ ഒരു ഗണ്ണ് എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു. വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, ദ ഗൺ റീകോയിൽ. എന്ന് പറഞ്ഞാൽ എന്താ? ഗണ്ണ് ബാക്കോട്ട് പോകും, ബുള്ളറ്റ് മുന്നോട്ടും പോകും. ഓക്കെ, ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പോൾ ഈ റീകോയിൽ ഓഫ് ഗണ്ണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലെറ്റ് എം ബി ദ മാസ് ഓഫ് ദ ബുള്ളറ്റ്. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എ ബുള്ളറ്റും ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസും ആണെങ്കിൽ, ഓർമ്മിക്കണേ, let m be the mass of the bullet. Let m be the mass of the bullet and being fired from a gun of the mass m. മാസ്, ഗണ്ണിന്റെ മാസ് m ഉം if v1 is the velocity of bullet, അപ്പോൾ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് v1 ഉം വെലോസിറ്റി ഓഫ് ഗണ്ണ്, അതായത് ബാക്കോട്ട് റീകോയിൽ ചെയ്യുന്ന ഗണ്ണിന്റെ വെലോസിറ്റി v2 ഉം ആണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം ഈ പറയുന്ന v2, അവിടെ കാണുന്നുണ്ടല്ലോ, ഈ പറയുന്ന v2, അതായത് റീകോയിൽ ഓഫ് എ ഗണ്ണിന്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കോട്ട് പോകുന്ന റീകോയിൽ ചെയ്യുന്ന പിന്നെ ഗണ്ണിന്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ mv1 v2 is equal to 0 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. അതായത് മുന്നോട്ട് പോകുന്ന ബുള്ളറ്റിന്റെ v1 ഉം m ഉം അല്ലെ, mv1. അതുപോലെ mv എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം ആണ്, അല്ലെ? p is equal to എന്താ? mv. ഇതെന്താണ്? മൊമെന്റം ആണ്. അപ്പൊ പിന്നെ mv1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റിന്റെ മൊമെന്റം. അതുപോലെ ക്യാപിറ്റൽ M v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോയിൽ ചെയ്യുന്ന ഗണ്ണിന്റെ മൊമെന്റം. അപ്പോൾ ഈ രണ്ട് മൊമെന്റവും കൺസേർവ്ഡ് ആണ്. അതായത് mv1 പ്ലസ് mv2 mv1 പ്ലസ് mv2 is equal to 0. അതായത് കൺസേർവ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനർജി ഒന്നും അല്ലെങ്കിൽ മൊമെന്റം ഒന്നും ലോസ് ആയി പോകുന്നില്ല. മുന്നോട്ട് പോകുന്ന സാധനത്തിന്റെ അതേ കണക്ക് എന്ത് ചെയ്യുന്നു, ഗണ്ണ് ബാക്കോട്ടും വരുന്നു. മുന്നോട്ടൊരു സാധനം പോകുന്നു, അതേ കണക്ക് ബാക്കോട്ട് വരുന്നു. അപ്പൊ എന്തായി? ഈക്വൽ ആയി. ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു, കുറെ പീസ് ഇങ്ങനെ പരക്കെ പോകുന്നു. അതുകൊണ്ട് എന്താ? അത് കൺസേർവ്ഡ് ആണ്, അല്ലെ? ഇപ്പൊ ഒരു ബോംബ് നിങ്ങൾ വിഷുവിനൊക്കെ പൊട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ പൊട്ടിക്കുന്നുണ്ടാവും. ബോംബ് പൊട്ടുന്നു, എല്ലാ സൈഡിലേക്കും പോകുന്നുണ്ടാവൂലേ? അല്ലെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ പോവോ? മറ്റേ ഇതെല്ലാം പോലെ സ്കൈ ഷോട്ട്, അതെന്താണ് പ്രത്യേകം, താഴെ മാത്രം ഹോൾ ആക്കിയത് കൊണ്ട് ഇങ്ങനെ മേലോട്ട് പോകുന്നുള്ളൂ.
നോർമലി ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ എല്ലാ സൈഡിലേക്കും എക്സ്പ്ലോഡ് ചെയ്യും. അതെന്താണ്? കൺസർവേഷൻ ആണ്. അപ്പോൾ ഇവിടെ M1 പിന്നെ MV1 പ്ലസ് ക്യാപിറ്റൽ M V2 is equal to 0. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നാണ് ഇതുണ്ടായതും ഈ ഇക്വേഷനിൽ നിന്നാണ് ഇതുണ്ടായതും. ഓക്കെ, അതായത് MV1 പ്ലസ് MV2 is equal to 0. മനസ്സിലായല്ലോ? ഇനി എപ്പോഴും ഇവിടെ ഒരു പ്ലസ് ചിഹ്നല്ലേ ഉള്ളത്, ഈ പ്ലസ് എപ്പോഴും ഈക്വൽ ടുന്റെ ഇപ്പുറം പോകുമ്പോൾ നെഗറ്റീവും, നെഗറ്റീവ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഈക്വൽ ടുന്റെ ഇപ്പുറം പോകുമ്പോൾ പോസിറ്റീവും ആവും. ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ് MV1 is equal to ക്യാപിറ്റൽ M മൈനസ് വന്നു V2. അതവിടെ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? V2 കണ്ടുപിടിക്കാം. ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് M കണ്ടുപിടിക്കാം. V1ഉം ക്യാപിറ്റൽ M ഉം V2 തന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ M കണ്ടുപിടിക്കാം. V1 കണ്ടുപിടിക്കാം, ബാക്കി 3 തന്നിട്ടുണ്ടെങ്കിൽ. ക്യാപിറ്റൽ M കണ്ടുപിടിക്കാം, V2 കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ തൽക്കാലം റീകോയിൽ ഓഫ് ഗൺ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ മാറ്റണം. അപ്പൊ എങ്ങനെയാ ഈ V2 കണ്ടുപിടിക്കുക? എങ്ങനെയാ അവിടത്തേക്ക് വന്നേ? ഇതൊക്കെ മാറ്റുന്നുണ്ടേ. നമ്മൾ എത്തിയത് ഇവിടെയാണ്. നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. നോക്കാം അല്ലെ? അപ്പൊ ഇവിടുന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? V2 അല്ലേ കണ്ടുപിടിക്കണ്ടേ? V2 is equal to V2 ഇവിടെ അല്ലല്ലേ, ഈ സ്ഥലത്തല്ലേ ഉള്ളത്. നോക്കിക്കോളെ, അപ്പുറം എന്താ ഉള്ളത്? സ്മോൾ ലെറ്റർ M V1. ഇനി എപ്പോഴും ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ M ആണ് വരുന്നത്. അല്ലെ? മൈനസ് M എന്ന് പറയുന്നത് മൈനസ് M ഇൻറ്റു V2 എന്നുള്ളതാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും എന്താണ്? ഈക്വൽ ടുന്റെ അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇതെപ്പോഴും ഓർമ്മിക്കണം. അപ്പൊ എന്താണ്? ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M ഇവിടെ വരണം അല്ലെ? മൈനസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ M. ഈ മൈനസ് നമുക്ക് കോമൺ ആയിട്ട് വേണം ഇവിടെ കൊടുക്കാം. ഇത് ഒഴിവാക്കിയിട്ട്, ഇവിടെയുള്ള സാധനം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ഇതിന് കൊടുക്കാം മൈനസ്. ഈ സാധനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലേ? നോക്കിക്കോ, M താഴെ ഒരു M ഉണ്ട്. ഈ V1 എന്ന് പറയുന്നത് മേലത്തെ V1 തന്നെയാണ്. അതിനെ വേണമെങ്കിൽ ഇപ്പുറം എഴുതാം. ഓക്കെ, കോമൺ ആയിട്ട് എഴുതാം. അപ്പം എന്താണ്? റീകോയിൽ ഓഫ് എ ഗൺ ഇക്വേഷൻ കിട്ടി. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഡെറിവേഷൻ. ചിലപ്പോൾ ചോദിച്ചേക്കാം, റീകോയിൽ ഓഫ് എ ഗണ്ണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നോക്കിക്കോളൂ, V2 is equal to small letter M by capital letter M into V1. റീകോയിൽ ഓഫ് എ ഗൺ, അതിന്റെ വെലോസിറ്റി, റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ V2 is equal to small letter M by capital letter M into V1. നിങ്ങൾ പഠിക്കേണ്ടത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മാത്രം വരെ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചും തിരിച്ചു ആക്കാം. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് റീകോയിൽ ഓഫ് എ ഗൺ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഫിനിഷൻ, അതായത് എന്താണ് സംഭവം എന്ന് എഴുതുക. അതിനുശേഷം ഞാൻ നേരത്തെ വരച്ചിട്ടില്ലേ ഗണ്ണിന്റെ ഇമേജും കാര്യങ്ങളും വരക്കുക. അപ്പൊ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും വെലോസിറ്റി അതിനനുസരിച്ച് എടുക്കുക. അതുപോലെ ഇപ്പുറം. അപ്പൊ ആ വെലോസിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം? MV1 is equal to മൈനസ് ഓഫ് MV2 എന്ന് പഠിച്ചു വെക്കുക. ഇനിയിപ്പോ ഇവിടെ എന്ത് ചോദിച്ചാലും, ഇനി V2 എന്ന് പറയുന്നത് പിന്നെ എന്താണ്? ഗണ്ണിന്റെ വെലോസിറ്റി ആണ്, റീകോയിൽ വെലോസിറ്റി ആണ്. അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ശേഷം ഇവിടെ എഴുതി വെക്കണം. സ്മോൾ ലെറ്റർ M is equal to മാസ് ഓഫ് ബുള്ളറ്റ്, ക്യാപിറ്റൽ ലെറ്റർ M is equal to മാസ് ഓഫ് ഗൺ, V2 is equal to recoil velocity, V1 is equal to എന്താണ്? മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി വെക്കണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. A+ ആണ്. ഓക്കെ, ശരി. അപ്പൊ അതാണ് റീകോയിൽ ഓഫ് എ ഗണ്ണിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. നോക്കാം. ഇനി ചെറിയൊരു പാർട്ടാണ് കൊളീഷൻ. ഒന്നുമില്ല, കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുക. ഇപ്പൊ 2 ബോൾ ഒരു പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ, ആ പെട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കുലുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ബോൾസ് എല്ലാം കൂട്ടിയിടിക്കും. ബോളും പരസ്പരം കൂട്ടിയിടിക്കും, വാളും കൂട്ടിയിടിക്കും അല്ലെ? ജസ്റ്റ് അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിളും അതിന്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ ജസ്റ്റ് നോക്കി വെക്കാം.
ഇതിലേക്ക് വരാനായിട്ടില്ല. ചോദ്യം വായിച്ചതിന് ശേഷം കിട്ടുന്നില്ലെങ്കിൽ ഇവിടത്തേക്ക് നോക്കുക. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ആണ് എക്സ്പ്ലോഷൻ ഓഫ് എ ബോംബ്. ബോംബിന്റെ എക്സ്പ്ലോഷൻ, ബോംബിന്റെ പൊട്ടിത്തെറി. എ ബോംബ് എക്സ്പ്ലോഡ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് വിത്ത് റിലീസ് ഓഫ് ഹ്യൂജ് എനർജി. വളരെ വലിയ എനർജി പിന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. ഇനി ബോംബ് പിന്നെ ഇനീഷ്യലി റെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആസ് എ മൊമെന്റം ഓഫ് ബോംബ് വാസ് 0 ബിഫോർ എക്സ്പ്ലോഷൻ. മൊമെന്റം, മുന്നേയുള്ള മൊമെന്റം, ബോംബ് പൊട്ടുന്നതിന് മുന്നേ, ഇത് ബോംബാണെങ്കിൽ ബോംബ് പൊട്ടുന്നതിന് മുന്നേ മൊമെന്റം 0 ആണ്. കാരണം എന്താ? m ഇൻറ്റു വി ആണ് മൊമെന്റം ആണല്ലോ. വി എന്താണ്? വെലോസിറ്റി എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മൊമെന്റം 0 ആണ്. പൊട്ടുന്നതിന് മുന്നേയുള്ള മൊമെന്റം 0 ആണ്. പൊട്ടിയതിന് ശേഷം ഉള്ള മൊമെന്റം 0 ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയാം? ബോംബ് പൊട്ടുന്നത് പല ഡയറക്ഷനിലാണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്. അങ്ങനെ എല്ലാം കൂടി എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടി എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോയിട്ട് പൊട്ടിയതിന് ശേഷമുള്ള മൊമെന്റവും 0 ആവും. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇൻ എ ബോംബ് എക്സ്പ്ലോഷൻ. ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കൺസർവേഷൻ ഓഫ് മൊമെന്റം. ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ട സാധനമല്ല. ശരി, ഓക്കെ. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ രണ്ട് തരത്തിലുള്ള, ഒന്ന് കൈനറ്റിക് ഫ്രിക്ഷൻ, ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക്, രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്താണ് പിന്നെ വളരെ പിന്നെ നൈസായിട്ടുള്ള മറ്റേതുണ്ടല്ലോ, ഈ പാർക്കിൽ കളിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഊരുന്നൊരു സാധനം ഉണ്ടല്ലോ, സ്ലൈഡ്സ്. അപ്പോൾ ആ സ്ലൈഡിലൂടെ ഒക്കെ നമ്മൾ ഊരുന്ന സമയത്ത് ആ സ്ലൈഡിന്റെ ഒക്കെ പ്രതലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നൈസാണ് അല്ലെ? നമ്മളെ പിന്നെ ഡ്രസ്സും അതും തമ്മിൽ എന്താണ് ഫ്രിക്ഷൻ, ഘർഷണം എന്ന മലയാളത്തിൽ പറയാം, അത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വളരെ നൈസായിട്ട് നമുക്ക് ഊരി വരാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പൊ സിമന്റ് ഒക്കെ ഇട്ട പ്രതലങ്ങൾ ഉണ്ടാവും, സിമന്റ് ഒക്കെ ഇട്ടിട്ടുള്ള വളരെ എന്താ റഫായിട്ട് സിമെന്റിലിട്ട, അവിടെ ഘർഷണം കൂടുതലാണ്. ഇപ്പൊ എന്താ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പിന്നെ ഇതുണ്ടല്ലോ പിച്ച്, അവിടെയൊക്കെ എന്താണ് ഘർഷണം കൂടുതലായിരിക്കും, ഊരിപ്പോവില്ല പെട്ടെന്ന്. അതാണ് ഫ്രിക്ഷൻ കൂടുതലാകുമ്പോൾ ഊരിപ്പോവില്ല, ഫ്രിക്ഷൻ കുറവാകുമ്പോൾ പെട്ടെന്ന് ഊരും, അത്രേ ഉള്ളൂ. ഇപ്പൊ രണ്ട് തരത്തിൽ ഫ്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. സ്റ്റാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയും പോകുന്നില്ല, നിശ്ചലം എന്നാണ്. കൈനറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഉള്ള ഫ്രിക്ഷനും മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രിക്ഷനും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിൽക്കുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോഡി അറ്റ് റെസ്റ്റ് ദർ ഇസ് എ ഫ്രിക്ഷൻ. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ എന്താ ഒരു കല്ല് നീങ്ങാണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രതലത്തിൽ നിൽക്കുന്നു, എന്താണ് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണിത്, എന്താണ് എഫ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോറി, ഇതല്ല ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ. എസ് സ്റ്റാറ്റിക്കും കെ കൈനറ്റിക്കും ആണ്. എസ് സ്റ്റാറ്റിക്കും കെ കൈനറ്റിക്കും. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is equal to mu s into fn. mu s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദ്യത്തിൽ തരും, ഓരോ കോയിഫിഷ്യന്റ് ആണ്. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് മ്യൂ. ഈ ചിഹ്നത്തിന് പറയാം മ്യൂ എന്നാണ്, ആ ചിഹ്നത്തിന് മ്യൂ എന്നാ പറയാം. അപ്പൊ മ്യൂ എസ് എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി കെ മ്യൂ ഇൻറ്റു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഇക്വേഷൻ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് എഫ് എൻ. എഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്, നോർമൽ ഫോഴ്സ്, അതായത് ഒരു ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എഫ് എൻ. അതുപോലെ എഫ് കെ കൈനറ്റിക് ഫ്രിക്ഷൻ, മൂവ് ചെയ്യുന്ന ഒരു സാധനം. ഇപ്പോൾ ബസ് മൂവ് ചെയ്യുന്നു, ബസ്സിന് ടയറിന് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ റോഡും മര്യാദക്ക് പോകാൻ പറ്റുന്നത്.
ഇനിയിപ്പം മഴക്കാലാണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തെന്നിപ്പോവും. അതുകൊണ്ടാണ് മഴക്കാലത്തിൽ സ്പീഡ് പോകാൻ പാടില്ല, സൂക്ഷിച്ചു പോകണം എന്ന് പറയുന്നത്. ഒക്കെ ഫിസിക്സ് ആണ്. അപ്പൊ എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എഫ് എൻ. ഇത് രണ്ടും ഒന്ന് ഓർമ്മിച്ച് വെക്കണം, കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അപ്പുറം ഇപ്പുറം ഇത് മാറ്റിയാൽ മതി. ഇനി ഈ മാത്സ് അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എഫ് എൻ, അതുപോലെ എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എഫ് എൻ. ഇത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ താഴത്തെ സാധനം കൂടി എഴുതണം. എന്താണ് മ്യൂ കെ? മ്യൂ കെ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ചോദ്യത്തിൽ നിങ്ങൾക്ക് തരും മ്യൂ കെ എന്ന് പറഞ്ഞിട്ട് വാല്യൂ തരും, പോയിന്റ് ഇത്ര അല്ലെങ്കിൽ 1 ഇത്ര എന്ന് പറഞ്ഞിട്ട് വാല്യൂ തരും. മ്യൂ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, മ്യൂ എസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മ്യൂ കെ. മ്യൂ എസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മ്യൂ കെ. അതായത് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനേക്കാൾ വലുതായിരിക്കും. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചോ, വൺ വേർഡ് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ശരി, ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഒരു ആൻസർ ഉണ്ട്, ജസ്റ്റ് നോക്കി വെച്ചു. അതുപോലെ ഇവിടെ ഇനി നമ്മളെ ലാസ്റ്റ് പാർട്ട് ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു മാസ് എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ കെട്ടിയിട്ട് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സാധനം സ്ലൈഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ബോഡിയുടെ മുകളിൽ എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പിന്നെ വരച്ചു വെക്കുന്നു. അതാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ജസ്റ്റ് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇത് വരക്കാൻ പറ്റും നോക്കാം. ഇപ്പൊ 2 masses M1 and M2 ആർ വേറെയും കൊടുത്തിട്ടുണ്ട്. M1 is greater than M2. M1 M2നേക്കാൾ വലുതാണെന്നും കൊടുത്തിട്ടുണ്ട്. 2 masses M1 and M2 connected at two end of a light inextensible string. Inextensible എന്ന് പറഞ്ഞാൽ വലിഞ്ഞു പോകാത്ത string that passes over a light frictionless fixed pulley. അതായത് പുള്ളി എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഇതാണ് പുള്ളി, നമ്മളെ കപ്പി എന്ന് പറയും. അപ്പൊ അതിന്റെ മുകളിൽ 2 മാസ് M1ഉം M2ഉം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ M1 വലുതാണ് അല്ലെ, വലുതാണ്, ഇത് വലുത്, ഇത് ചെറുത്, ഈ M എന്ന് പറയുന്നത് ചെറുതും. ഇനി ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് എ masses and a tension in string connecting them when masses are released. അതായത് ഒന്നുമില്ല, ഇതിന്റെ മുകളിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ പുള്ളിയുണ്ട്, എപ്പോഴും എന്താണ്, താഴോട്ടേക്ക് ഒരു വെയിറ്റ് ആക്ട് ചെയ്യും, ഇതിനും ഒരു വെയിറ്റ് ആക്ട് ചെയ്യും. ഈ വെയിറ്റ് അവിടെ കൊടുത്തിട്ടുള്ള M1 into G ആണ് താഴോട്ടേക്ക്. അതേപോലെ ഇവിടെയും M2 into G ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് ഇങ്ങനെ ഒരു വെയിറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. M1-നാണ് വെയിറ്റ് കൂടുതൽ അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ താഴോട്ട് വരും. ഇതെന്ത് ചെയ്യും, ഇത് മേലോട്ടും പോകും, ആണല്ലോ. ഇത് താഴോട്ട് വരും, സാധനം മേലോട്ടും പോകും. താഴോട്ടേക്ക് വരുമ്പം അതിനൊരു ആക്സലറേഷൻ താഴോട്ട്, മേലോട്ടേക്ക് പോകുമ്പോൾ അതിനും ഒരു ആക്സലറേഷൻ മേലോട്ട്. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വയറിന് എന്തുണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. ഈ വയറിന്റെ മുകളിൽ ഒരു ബലം ഉണ്ടാവുമല്ലോ, അതിനാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് മേലോട്ടേക്കും താഴോട്ടേക്കും, കാരണം ഇതിന്റെ വെയിറ്റ് താഴോട്ടേക്ക് വരുന്നു, അപ്പൊ ടെൻഷൻ മേലോട്ടേക്ക്. അതേപോലെ ഇത് താഴോട്ടേക്ക്, ഇതിന്റെ വെയിറ്റ് താഴോട്ടേക്ക്, അതുകൊണ്ട് ടെൻഷൻ മേലോട്ടേക്ക്, രണ്ടിന്റെ. അപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വരക്കണം. ഇതിന് തന്നെ വലിയൊരു മാർക്ക് വരും. ഓക്കെ, ഇത്രയും മാർക്ക് ഈ കാര്യത്തിന് വരും. ഇത്രയും കിട്ടിയല്ലോ, ഇത് പെട്ടെന്ന് കിട്ടുമല്ലോ, ഇത് കുറച്ച് ഒരു കടുപ്പുള്ള സാധനമാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടൂ, ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും വരച്ചാലാണ് എന്ത്, ഫ്രീ ബോഡി ഡയഗ്രാം, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഫ്രീ ബോഡി ഡയഗ്രാം ഇത്രയും ചെയ്താൽ ആയി. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, ഇതിന്റെ ആക്സലറേഷനും ഇവിടെ ഒരു ആക്സലറേഷനും ഇവിടെ ഒരു ടെൻഷനും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആവുന്നില്ല എങ്കിൽ വിട്ടോളൂ, കാരണം ഈ ഡെറിവേഷനിലേക്ക് എത്തണമെങ്കിൽ കുറച്ചധികം പണിയുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം.
ഈ ഒരു സംഭവം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. അടുത്തത് നമ്മൾ പുതിയൊരു പാഠത്തിലേക്കാണ് പോവുക. ഇത് വേണമെന്നില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഈ സാധനം എന്തായാലും എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഈ ഇക്വേഷനും കൂടി വേണമെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി എന്താണ്, നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആയി. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആയി. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു പാഠം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.